ഇവിടെ കുറേ ആൾക്കാർ ബാൻഡ് 6 നേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, എങ്ങനെ പഠിച്ചിട്ട് പോയാൽ ബാൻഡ് 6ൻ്റെ ഇൻ്റർവ്യൂ നമുക്ക് കിട്ടും ചേച്ചി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ വെച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് പിള്ളേർ ചോദിക്കുമ്പം ഭയങ്കര വേറൊന്നുമല്ല, നമ്മളൊരിക്കലും ഒരു ബെഡ് സൈഡിൽ ഒരു നേഴ്സായിട്ട് നിന്ന് പോകരുത്. എപ്പോഴും നമ്മൾ ബാൻഡ് 6, ബാൻഡ് 7, ബാൻഡ് 8 അങ്ങനെ മുന്നോട്ട് പോയി. എനിക്ക് 2 വർഷം ഞാൻ കുറേ പ്രശ്നങ്ങൾ സ്റ്റക്കായിപ്പോയി. എനിക്ക് ഒന്നിലും ഒരു കാര്യത്തിലും കരിയർ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ കുഞ്ഞ് വരാൻ പോവുക, ഇനി അറിയത്തില്ല. ആഗ്രഹമുണ്ട്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ കരിയറും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് ബാൻഡ് 6ൽ നിന്ന് എന്തെങ്കിലും ഒരു നല്ല പോസ്റ്റിലോട്ടോ ഒരു സ്പെഷ്യലിസ്റ്റ് നേഴ്സോ ഒക്കെ ആവാനായിട്ട്. മാക്സിമം ട്രൈ ചെയ്യും, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ. പിന്നെ കുഞ്ഞിൻ്റെ പഠിത്തവും കുഞ്ഞിനെ നോക്കുന്നതും എല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റുമോ എന്നൊരു ഡൗട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആസ് ഐ സെഡ് ബിഫോർ, എൻ്റെ മാക്സിമം ഞാൻ എൻ്റെ കരിയറും കൂടെ അതിൻ്റെ കൂടെ അപ്ഗ്രേഡ് ചെയ്യാൻ ഞാൻ നോക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് പറയാനുള്ളത് ബാൻഡ് 6 നേഴ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് കാര്യം ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി. അത് ബാൻഡ് 5നാണെങ്കിലും വേണം. ഞാൻ ഒരിക്കലും ഈ 6, 5 പറയുമ്പോൾ ഞാൻ ഒരു 5നെയും 4 ആരും ഞാൻ ഡീഗ്രേഡ് ചെയ്ത് പറയാമെന്ന് വിചാരിക്കരുതേ. 5ന് 5ൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്, 6ന് 6ൻ്റെതായ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ 2 വർഷം 5ൽ ജോലി ചെയ്ത ഒരാളാണ്. നല്ല കട്ടപ്പണിയാണ്, നല്ല കട്ടപ്പണിയാണ്, എല്ലാ പണിയും കട്ടപ്പണിയാണ്. 6നകത്ത് മെയിനായിട്ട് റെസ്പോൺസിബിലിറ്റീസ് ഭയങ്കര. നമുക്ക് അത് പിന്നെ ആകട്ടെന്നും പറഞ്ഞുകൊണ്ട് മാറ്റി വെക്കാൻ ഒരു കാര്യവും നടക്കത്തില്ല. നമ്മുടെ എന്ത് വന്നാലും, ആര് വന്നാലും ആര് പോയാലും എവിടെ നാൾ വന്നാലും നമ്മളെ കാണേണ്ടത്, നമ്മളാണ് അവരോട് സംസാരിക്കേണ്ടത്. പല മൾട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഡേയിലൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഇങ്ങനെ അങ്ങ് പോയി ഞാൻ നിൽക്കുവാണെങ്കിൽ എനിക്ക് ഡേ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. വേറൊന്നും അല്ല, ഒരു ദിവസം ഡേക്ക് പോയി പിന്നെ നൈറ്റ് പിന്നെ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. ഡേ ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളറിയാതെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് സ്കിൽ ഇമ്പ്രൂവ് ആവും. നമ്മൾ ഒരാൾക്കടുത്ത് പറയുന്ന വിവരം അടുത്ത ആളോട് പറയും. അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വൊക്കാബുലറിയും നമ്മുടെ ലാംഗ്വേജും എല്ലാം ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആവും ഡേയ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ. എല്ലാവരോടും എനിക്കിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടം. ആൾക്കാരോട് ഞാൻ പോയി വള്ളി പിടിക്കാത്ത കേസുകളെല്ലാം ഞാൻ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും. പിന്നെ വള്ളി പിടിക്കേണ്ടതാണ്, അത് പിടിച്ചെല്ലാം പറ്റും, അത് കുഴപ്പമില്ല, പിടിക്കും. ഓക്കെ, അപ്പം ബാക്ക് ടു ദ ടോപ്പിക്. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഉത്തരവാദിത്തമല്ല. എങ്കിൽ അതൊരു വലിയ പാടാന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ അത് ചെയ്യുന്നിടം വരെ ആയിരിക്കും പാട്. വൺസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അങ്ങ് ഒരു പാടുള്ള ഒരു കാര്യം ഈ ലോകത്തില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ.